ഉദയഗിരിജയുടെ മകനും ഇവിടെ തന്നെ വളർന്ന മകളെപ്പോലെ വളർത്തിയ അനാമികയുടെയും വിവാഹമാണ്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഇവിടെ എത്തിയത്. തന്നെ എൻ്റെയും കൂടെ സമയം നോക്കിയിട്ടാണ് ഇന്ന് ഇവർ മുഹൂർത്തം തന്നെ നിശ്ചയിച്ചത്. ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സുദിനമാണ് ഇന്ന്. കാരണം ഉദയഗിരിജ തന്നെ ഒരു ത്യാഗത്തിൻ്റെ പ്രതീകമാണ്. ഉദയഗിരിജ ത്യാഗത്തിൻ്റെ പ്രതീകം ആണോ? ആണ്, അല്ലെങ്കിൽ ആയിരുന്നു, എന്താ സ്ഥിതി എന്നുള്ള അറിയില്ല. ആണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ ആയിരുന്നു എന്നുള്ളതാക്കി, ഇൻക്ലൂഡിങ് മൈസെൽഫ്. നമ്മുടെ ഒരു സ്ഥിതി പിന്നെ പറയാതിരിക്കാൻ ഭേദം. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം ഈ ഒരു സംഭവം കണ്ട സമയത്ത്, ഇനിയിപ്പോൾ അവർ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും എവറി ടൈം ഈ ഒരു ടോപ്പിക്ക് വരുന്ന സമയത്ത് സ്വയം ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കുന്നത് വീണ്ടും കേട്ടോ. ഞാൻ അറിഞ്ഞില്ല. എനിക്കൊന്നെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സംഗതി ഇപ്പോൾ രണ്ടാമത് നമ്മൾ തിരുത്തി വീഡിയോസ് ചെയ്യുന്ന സമയത്തും എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കും അത് എന്നെ ഈ ഒരു മോശം കമൻസ് ഇല്ല എന്ന് പറയാം. വളരെ 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 കുറവാണ്. പക്ഷെ അപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. കാരണം ഇനീഷ്യലി ഔട്ട് ഓഫ് തിൻ എയർ എന്തെങ്കിലും ആരോപണങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ആയിരുന്നു ഇവർ സോഷ്യൽ മീഡിയയിൽ ഇടപെടലുകൾ. ഒരാൾക്ക് മനസ്സിലായില്ല. നോക്കൂ, ഞാൻ റീസെൻ്റായിട്ട് ഈ ഷെഫീന ബീവിയുടെ ഒരു വീഡിയോ മിനിയാന്ന് കണ്ടു കേട്ടോ. മിനിയാന്ന് കണ്ടതിൽ ഈവൻ അവരാണല്ലോ അപ്പോൾ ഇതിനെ അവർ പുറകെ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ നടന്ന് ഇതിനെ ഒരു എൻഡിലേക്ക് എത്തിച്ചിരിക്കുന്നത് അവരാണ്, പറയാതെ വയ്യ. പക്ഷേ അവരുടെ ഒരു വീഡിയോ പോലും അവർ വളരെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട്, ഇനീഷ്യലി അവരിതിൽ ഇടപെടുന്ന സമയത്ത് അവർക്കറിയില്ലായിരുന്നു. ഇടപെട്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് പോലും അവർ ആ ഒരു എന്തോ പൈസ പിന്നെ ആർക്കോ സെറ്റിൽമെൻറ്റ് കൊടുത്തിട്ട് സെറ്റിൽ ചെയ്യാമെന്നുള്ള കണ്ടീഷനിലാണ് അവർ നിന്നിരുന്നത്. പിന്നീട് ഇതിനുള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇത്രയും വലിയ പരിപാടികൾ അതിനുള്ളിൽ നടക്കുന്നു എന്നുള്ള കാര്യം അവർ ഡയറക്റ്റ് ആ ഒരു കംപ്ലീറ്റ് അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് പോലും മനസ്സിലാവുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം ഏതോ ഒരു അനാഥാലയം, ഏതോ ഒരു നടത്തിപ്പുകാരി, ഏതോ ഒരു അമ്മ, ഏതോ ഒരു മകൻ, ഏതോ കുറേ ആൾക്കാർ എവിടെയോ ലോകത്ത്, ഇതാണ് അവസ്ഥ. ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഒരു കേസ് പോക്സോ ആയതുകൊണ്ടായിരിക്കാം ഇവരിതിനെക്കുറിച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും മാധ്യമങ്ങൾ പുറത്തുവിടാത്തത്. നമുക്ക് ആ ന്യൂസിലേക്ക് വരാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് നമ്മുടെ ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ ഈ ഒരു അനാഥാലയത്തിൽ അവിടുത്തെ ആ കുട്ടിയുടെ വിവാഹം സമയത്ത് വേളയിൽ അവർക്ക് വേണ്ടി സമയമൊക്കെ സംഗതി റെഡിയാക്കിയിട്ടുള്ള ആ വിവാഹത്തിൽ സന്ദർശിച്ച സമയത്ത് പുള്ളി ഒരു ചാനലിന് കൊടുത്തിട്ടുള്ളൊരു ബൈറ്റാണ്. ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് സീക്രട്ട് ഏജൻ്റാണ്. സായിൻ്റെ വീഡിയോയിൽ സായി വളരെ ക്ലിയറായിട്ട് പറയുന്നതല്ല, വളരെ ക്ലിയറായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. സായി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ റെലവൻ്റ് ആണ്. അതിനൊരു ഉത്തരം ഡെഫിനറ്റ്ലി വേണം. കാരണം ഇല്ലെങ്കിൽ എന്താ പറയുക, വേറെ പല രീതിയിലും ആൾക്കാർ സംശയിച്ചു പോകും. ഒരു പക്ഷേ ചിലപ്പോൾ അറിഞ്ഞിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയധികം അടുത്തറിയുന്ന ആ ഒരു ഹോമിനെ അറിയുന്ന ആൾ എന്നുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ അറിയുന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇയാളെയും തെറ്റിദ്ധരിപ്പിച്ചാണോ എന്നുള്ളത് എന്താണെന്ന് അറിയില്ല. എന്തായാലും പുള്ളിയുടെ മറുപടി വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ സായിയുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. പോകുന്നതിന് മുന്നേ ഇന്ന് മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ പ്ലേ ചെയ്യാം. അതാ ഞാൻ പറഞ്ഞു, എവിടെയോ കിടക്കുന്ന ഏതോ ഒരു അനാഥാലയത്തിനെ കുറിച്ച് എവിടെയോ കിടക്കുന്ന ആരൊക്കെയോ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. സംഗതി പോക്സോ ആണ്, കേസാണ്, എല്ലാം തെളിഞ്ഞിട്ടുണ്ട്, CWC ഏറ്റെടുത്തിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ആരെയും പ്രതി ചേർത്തിട്ടില്ല, ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സാധാരണ കണ്ടീഷനിൽ പോക്സോ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ അല്ലേ? നമ്മുടെ നാട്ടിൽ എനിക്കറിയില്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആണോ? അടുത്ത ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ പുറത്തു വിടില്ല. കാരണം വെച്ചാൽ അത് ആ പോക്സോ നിയമപ്രകാരം ആയിരിക്കണം. പക്ഷേ ഈ അനാഥാലയത്തിൻ്റെ പേരും അറിയില്ല. ഇനിയിപ്പോൾ എന്താണ് എന്തായാലും ഇത് എങ്ങടെ എത്തും എന്നുള്ളത് ഇപ്പോഴും, കാരണം ദ വേ മീഡിയ ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നതും ആൾക്കാർ ചർച്ച ചെയ്യാത്ത വിഷയം. കാരണം ഞാൻ ഈ വിഷയം വന്ന സമയത്ത് ഇതിൽ ഇടപെടും എന്ന് വിചാരിച്ചിട്ടുള്ള പല മുഖ്യധാര മാധ്യമത്തിലെ മെയിൻ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മെയിൻ എല്ലാ കാര്യങ്ങളിലും വന്ന് ചർച്ച ചെയ്യുന്ന ആൾക്കാരൊന്നും ഇതിൽ ഇറങ്ങി കണ്ടില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിലെ പല കമൻറ്റ് ബോക്സിലും സെക്ഷനിലും പല വീഡിയോസിലായിട്ടും പലരും പറഞ്ഞിട്ടുണ്ട്. എന്താണ് സത്യാവസ്ഥ അറിയില്ല. എന്തായാലും ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. അടൂരിലെ വിവാദ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയും മകനും ഒളിവിൽ. പ്രായപൂർത്തിയാകാത്ത അന്തേവാസി ഗർഭിണിയായെന്ന പരാതിക്ക് പിന്നാലെ 24 പെൺകുട്ടികളെ ഇന്നലെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. അനാഥ പെൺകുട്ടിയെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചെന്ന് പ്രചാരണം നടത്തിയ നടത്തിപ്പുകാരിയാണ് ഇപ്പോൾ ഒളിവിൽ പോയത്. ഭയങ്കര പ്രചാരണമായിരുന്നു. ചില്ലറ പ്രചാരണം എന്നല്ല. ആ പഴയ വീഡിയോസൊക്കെ എടുത്ത് സീരിയസ്ലി നിങ്ങൾ ഈ കാണുന്ന ആരെങ്കിലും ആ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയെന്നുള്ള എനിക്കറിയില്ല. ആ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ മനുഷ്യന് ജീവിതത്തിൽ അഭിനയിക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം അഭിനയിക്കാൻ ഒരു കാര്യം കേട്ടോ, ഞാൻ അതിലൊരു സംഭവം ഉണ്ട്. ഞാൻ ക്ലിപ്പ് എടുത്തില്ല, ഞാൻ പിന്നെ അവരെ കാണിക്കാൻ വയ്യല്ലോ. ഒരു കസേരകളി നടത്തുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ഒരു അമ്മമ്മ ഉണ്ട്, ഒരു പ്രായമുള്ളൊരു അമ്മ ഉണ്ട്.
ഈ അമ്മയുടെ മുഖം, ചില ആൾക്കാരൊക്കെ വളരെ നിഷ്കളങ്കമായിട്ട് കൈയൊട്ട് ചിരിച്ചിട്ടൊക്കെ ഓടുന്നു കണ്ടു. ഞാൻ അതിനെ കണ്ടപ്പോൾ ചിന്തിച്ചു, അവർക്ക് ആരോഗ്യമുണ്ടോ എന്താ സ്ഥിതി എന്നുള്ളതിൽ ആ ഒരു കസേരകൾ കളിക്കാനൊക്കെ അവർ വളരെ നിഷ്കളങ്കമായിട്ട് അവരിങ്ങനെ ഓടുന്ന ആദ്യമൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക, നമുക്ക് എത്ര അവർക്ക് ഇങ്ങനെ സന്തോഷം കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്കെന്തോ ഭയങ്കര, എനിക്ക് ആ സ്ത്രീയോടൊക്കെ എന്താ പറയുക, ഒരു പുച്ഛോ ദേഷ്യത്തിനപ്പുറം തോന്നിപ്പോവുക. കാരണം നമ്മൾ ഈ കുട്ടികളുടെ അതേപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരും അല്ലേ, കാരണം വെച്ചാൽ ഇതിനിടയിലുള്ളൊരു ഗ്യാപ്പ് ഏജിലാണ് നമ്മളൊക്കെ ഉള്ളത്. പക്ഷേ ഈ പ്രായമായ ആൾക്കാർ പറഞ്ഞാൽ അവർ കുട്ടികളെക്കാളും കഷ്ടമാണ്. കുഞ്ഞു കുട്ടികളും മനസ്സും അതേപോലത്തെ, എനിക്കെന്താ വെച്ചാൽ ആ പ്രായ അമ്മമാർ ആ ഒരു, നിങ്ങൾ കണ്ട വീഡിയോ എന്നല്ല, ഒരു കസേരകൾ കളിക്കുന്നൊരു വീഡിയോ ഉണ്ട്, ഇവർ ആ ജീവമാതേൻ്റെ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇവരിങ്ങനെ ഓടിക്കളിച്ച് നിഷ്കളങ്കമായിട്ട് കൈ ഒട്ടിച്ചിരിക്കുന്ന കാണുന്ന സമയത്ത് ഇവരൊക്കെ ഈ ഒരു സീൻ, ആ ഒരു ക്യാമറയുടെ നിമിഷം കഴിഞ്ഞതിന് ശേഷം ഇവരെയൊക്കെ അത്രയധികം രീതിയിലാണല്ലോ പീഡിപ്പിച്ചിരുന്നതെന്ന് ചിന്തിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വിഷമം തോന്നിപ്പോവുക. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, നമുക്ക് ഈ ഒരു വീഡിയോ എനിക്ക് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യം കുറ്റബോധത്തിൻ്റെ അംശമുള്ളതാണ് ഞാൻ വീണ്ടും അതിങ്ങനെ പറഞ്ഞിരുന്നത്. കാരണം നമ്മൾ ആദ്യം ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അറിയാതെയാണല്ലോ ഞാനിത് സംസാരിച്ചത് എന്നുള്ളൊരു സംഗതി. എനിക്കതിൽ ഒരു ഈഗോ ഇല്ല കേട്ടോ, ആ പറയുന്നതിലൊന്നും യാതൊരുവിധ പിന്നെ നമ്മൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റ് പറ്റിയെന്ന് അഡ്മിറ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ പ്രോബ്ലം ഇല്ല. എന്തായാലും പേരില്ല, ഊഴില്ല, നാളില്ല, ഒന്നുമില്ല. പുതിയ പരാതി ഉയർന്നു. ഇന്നലെയാണ് ശിശുക്ഷേമ സമിതിയുടെ തീരുമാനത്തെ തുടർന്ന് അന്തേവാസികളായ 24 പെൺകുട്ടികളെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകും മുമ്പ് ഗർഭിണിയായെന്ന പരാതിക്ക് പിന്നാലെയാണ് ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിൽ പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയെ പിന്നീട് നടത്തിപ്പുകാരിയുടെ മകൻ വിവാഹം കഴിച്ചിരുന്നു. പ്രായപൂർത്തിയായ ശേഷമാണ് ബന്ധമെന്നാണ് പെൺകുട്ടിയുടെ മൊഴിയെങ്കിലും ഗൈനക്കോളജിസ്റ്റുകളുടെ അഭിപ്രായം തേടിയാകും കേസിന്റെ നടപടികൾ. ഇന്നലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്ന കാര്യമല്ലേ. അതൊക്കെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമങ്ങളല്ലേ, കുറച്ച് യൂട്യൂബർമാരല്ലല്ലോ ഇതിലൊക്കെ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല. ആ ഒരു കസേരകളുടെ കേസ് എങ്ങനെ അറിയോ, അതിലൊരു അമ്മമ്മ മാത്രം, ഒരു സ്ത്രീ, ഒരു അമ്മമ്മ മാത്രം മുഖത്ത് ചിരിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പല വീഡിയോസിലും അവരെ കണ്ടു. ഞാൻ അവരെ ഇനിയിപ്പോൾ എനിക്ക് എടുത്തിട്ട് കൊണ്ടുവരാൻ വയ്യ. അവരും പിന്നെ അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു പരിപാടി നടക്കുന്നതിലോ ഒരു ഫംഗ്ഷനിലോ ഒന്നും അവരുടെ മുഖത്തൊരു ചിരി കാണുന്നില്ല. അവരുടെ മുഖം വളരെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം എന്തോ ഒരു പ്രശ്നം അവർക്ക് ഡയറക്റ്റായിട്ടുണ്ട്. അവർക്ക് എന്തോ ഇത് കാര്യങ്ങളിൽ അവർക്ക് മറ്റുള്ള പാവങ്ങളെ പോലെ അവർക്ക് ഇതിലെല്ലാം കൂടി പങ്കു ചേർന്നിട്ട് ഒരു അഭിനയിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുക. കാരണം അങ്ങനെ ഒരു സീന് ഞാൻ കണ്ടു കേട്ടോ. വിഭാഗം ഉദ്യോഗസ്ഥരാണ് പെൺകുട്ടികളെ മാറ്റിയത്. നടത്തിപ്പുകാരി സ്ഥാപനത്തിലേക്ക് പിന്നീട് വന്നില്ല. സ്ഥാപനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടക്കും. സ്ഥാപനം നിർത്തുന്നുവെന്ന് കാട്ടി നടത്തിപ്പുകാരി ഹണിമൂണിലാണ്. സത്യം പറയാലോ, ചില കേസിൽ ഈ ചില ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കല്യാണം കഴിഞ്ഞൊരു കുട്ടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബം, ഞാനങ്ങനെ പറയല്ലോ, ഞാൻ ഓരോരുത്തരെ വർത്തമാനങ്ങൾ പറയുള്ളൂ, മുഴുവൻ കണ്ടാലേ മനസ്സിലാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടൊരു കുട്ടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും തകർച്ച എന്ന് കഴിഞ്ഞാൽ ഒരു വന്നു കയറിയ പെണ്ണിൻ്റെ ഐശ്വര്യമാണ്. വന്നു കയറിയ പെണ്ണിൻ്റെ, അത് നല്ലതൊന്നും ഞാൻ പറയില്ലേ, വന്നു കയറിയ പെണ്ണിൻ്റെ ഐശ്വര്യമാണ്. അത് എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പറയും ആ വന്നു കയറിയ കുട്ടി ഉണ്ടല്ലോ അതിൻ്റെ വല്ലാത്തൊരിതാണ്, അവൾ വല്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കില്ലേ. അതേപോലെയാണ് ഇവരുടെ കേസിലും. ഇയാൾ തലയിൽ കുടുമയും കെട്ടിയിട്ട് ഒരു ചങ്ങായി കണ്ണടയും വെച്ച് അതിൻ്റെ ഉള്ളിൽ എന്താ അതിൻ്റെ പേര് കയറി വന്നല്ലോ, പേര് മറന്നു, ഷൈജു അല്ലേ അതിനല്ലേ പേര് മിസ്സായെന്ന് അറിയില്ല. തലയിൽ കുടുമയും കെട്ടിയിട്ട് ഒരു ചങ്ങായി കയറി വന്നത് ടൈറ്റാനിക്കിലേക്കാണല്ലോ എന്ന് പറഞ്ഞ മാതിരി ഇവൻ്റെ ഐശ്വര്യത്തിൻ്റെ ഗുണമാണല്ലേ. ശിശുക്ഷേമ സമിതിക്ക് കത്ത് നൽകിയതായാണ് വിവരം. അതേസമയം ഇതേ സ്ഥാപനത്തിലെ അന്തേവാസിയായിരുന്ന 44 വയസ്സുകാരി നസീമയുടെ ഭരണത്തിലാണ് പരാതി ഉയർന്നത്. പത്തനംതിട്ട സ്വദേശിയായ കെനഡി ചാക്കുവാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. സ്ഥാപനത്തിന്റെ പ്രചാരണത്തിനായി ഇവർ തന്നെ പ്രചരിപ്പിച്ച ദൃശ്യങ്ങളാണ് ഒടുവിൽ തിരിച്ചടിയായത്. മനോരമ ന്യൂസ്, പത്തനംതിട്ട. അതെ, കുറച്ചെന്താ അറിയോ, അമിതാവേശം കൂടിപ്പോയി. പൊട്ടന്മാരാണ്, ശരിയാണ്. നമ്മളൊക്കെ ഒരുപാട് പേര്, നമ്മൾ എല്ലാവരും പറയുന്നില്ല, ഒരുപാട് പേര് പൊട്ടന്മാർ പറഞ്ഞാൽ നമ്മൾ പൊട്ടന്മാർ ഉദ്ദേശിച്ചത് നമ്മൾ കാണുന്നത് വിശ്വസിക്കുന്നു. ഞാൻ കുറേയൊക്കെ കേട്ടോ, നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ചില കേസിൽ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു നെഗറ്റീവ് ഇതിൽ പോകുന്നില്ല, പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി എടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് വളകാപ്പിൻ്റെ ഒക്കെ വീഡിയോ മിണ്ടാതിരുന്നാൽ മതിയിരുന്നല്ല ഭഗവാനെ, അങ്ങനെ പറയല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ദൈവം തന്നെ അവരെ കൊണ്ട് ഇതിങ്ങനെ ചെയ്യിച്ചാണ്, ആ ചെയ്യിച്ചൊറ്റ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറയില്ലേ അല്ലേ, അതേപോലെ ആ ഒരു സംഗതി ചെയ്യിച്ചത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ പുറത്തു വരാൻ വന്നത്. ഇനി ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറുടെ ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ എടുത്തിട്ടുള്ളത് സീക്രട്ട് ഏജൻറ്റ് സായിൻ്റെ വീഡിയോ എന്നാണ്. സായി വളരെ 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 വാലിഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്ലേ ചെയ്യാം. ചിറ്റയം ഗോപകുമാറിനെ അറിയാതിരിക്കൊന്നുമില്ല. ചിറ്റയം ഗോപകുമാറാണ് ഇപ്പം കറൻ്റ്ലി കേരളത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കർ. ഓക്കെ, നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ.
ഈ ചിറ്റയം ഗോപകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ്, CPIMൻ്റെ ആളാണ്. അപ്പോൾ ചിറ്റയം ഗോപകുമാറും ഈ ജീവമാതാ കാരുണ്യ ഭവനുമായിട്ട് എന്ത് ബന്ധം എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും? ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ട വീഡിയോ ആണ്. ഇതിൻ്റെയൊക്കെ ബാക്കി ക്ലിപ്പ് നിങ്ങൾ കാണൂ. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്നാണ്, ചിറ്റയം ഗോപകുമാറിന് ഇനി വേറെ രീതിയിലുള്ള ഒരു പരിചയം, ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതല്ല എന്നുണ്ട്, കാരണം സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തിക്കും തോന്നിപ്പോവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് വളരെ ക്ലിയർ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരേണ്ടത് പുള്ളിയുടെ റെസ്പോൺസിബിലിറ്റി. കാരണം എന്താ വെച്ചാൽ കാലാകാലങ്ങളിൽ ഈ ഒരു സ്ഥാപനം റിലേറ്റഡ് ആയിട്ട് ഇയാൾ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇട്ടിരുന്നു പണ്ടത്തെ കേസിൽ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ ഒക്കെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊതുജനത്തിന് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ചില സംശയങ്ങൾ, പിന്നെ ഇതിൽ ഒരുപാട് നിഗൂഢ കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു വീഡിയോയിൽ ഇതിൽ പറഞ്ഞിരുന്നു കേട്ടോ. ഒരു സ്ത്രീയുടെ വോയിസ് കേട്ട സമയത്ത്, അതായത് പെൺകുട്ടികളെ കല്യാണപ്രായത്തിന് വേണ്ടി റെഡിയാക്കുന്നു, കല്യാണപ്രായമായി 18 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നു, നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുട്ടികളെ, ചില ആൾക്കാർ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് അവർ മുന്നിൽ വന്ന് നിൽക്കുന്നു, പിന്നെ പ്രായം കൂടുതലുള്ള ആൾക്കാരാണ് അവിടെ പെണ്ണ് കാണാൻ വരുന്നത് എന്നൊക്കെ അവിടുത്തെ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, പെണ്ണ് കാണാൻ. പക്ഷേ കല്യാണങ്ങളൊന്നും നടക്കുന്നില്ല, പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് പല സംശയങ്ങളും, എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷേ പല സംശയങ്ങളും ഇത് റിലേറ്റഡ് ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും വരുന്നതിൽ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും സായിയുടെ വീഡിയോ കാണുക, ജസ്റ്റ് ചെറിയൊരു പോർഷൻ മാത്രം കൂടെ കൊടുക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. സായിയുടെ വീഡിയോ പ്ലേ ചെയ്യാം അല്ലേ. ഞാനിവിടെ ഒരു വീഡിയോ അടിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിലുള്ളത് ചിറ്റയമാണ്. ഓക്കെ, അവിടെ ഒരു കുട്ടിയുടെ കല്യാണം നടന്ന സമയത്ത് ചിറ്റയം ഗോപകുമാർ അവിടെ പോയി കല്യാണത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ നിന്നതിൻ്റെ വിഷ്വൽസാണിത്. ഈ ജീവമാതാ കാരുണ്യ ഭവനിൽ നടക്കുന്ന എല്ലാ ഇങ്ങനത്തെ മേജർ ഇവൻറ്റുകളിലും ഇയാളുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ചോദ്യം, ഇപ്പോൾ ഈ സ്ഥാപനത്തിനെതിരെ ഇത്രയും വലിയൊരു കേസ് വന്നു, വിഷയങ്ങളുണ്ടായി, നാട്ടുകാരുടെയും അവിടെ താമസിച്ച് പോയവരുടെയും അവിടെ ജോലി ചെയ്തവരുടെയും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുടെ അനുഭവം തുറന്നു പറച്ചിലുകൾ വന്നു. ഇതിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ നിങ്ങളെ ഈ ലേഡി അപ്ലോഡ് ചെയ്ത പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇന്നേക്ക് ഈ ദിവസം വരെ ഈ ലേഡി മകനും അടക്കം ഒളിവ് പോയ ദിവസം വരെ നിങ്ങൾ ഒന്നും പറഞ്ഞ് കണ്ടില്ല. ബട്ട് വൈ? ഞാൻ അവിടെ നടന്നൊരു കല്യാണത്തിന് ഈ ചിറ്റയം സംസാരിക്കുന്നതിൻ്റെ ഒരു വിഷ്വലൂടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇനി മുന്നോട്ടുള്ള കാലം വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പരസ്പരം സഹിച്ചും ക്ഷമിച്ചും പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ട് പോയി ജീവിതാവസാനം വരെ ഒരുമിച്ച് എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി കഴിയാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായ ആശംസ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഓക്കെ, ചിറ്റയം തന്നെയാണല്ലോ, AI വേർഷനാണെന്നൊന്നും ആരും പറയുന്നില്ലല്ലോ അല്ലേ. ഇപ്പം ഡെപ്യൂട്ടി സ്പീക്കർ ഇദ്ദേഹം ഈ സ്ഥാപനവുമായിട്ട് വളരെയധികം ക്ലോസ് റിലേഷനുള്ളൊരു വ്യക്തിയാണ്. ഈ കേസ് വന്ന ഈ പെൺകുട്ടി, ഓക്കെ, ഈ പെൺകുട്ടിയും ഈ മമ്മി ഗിരിജയുടെ മകനുമായിട്ടുള്ള കല്യാണത്തിനും ചിറ്റയം വന്നിട്ടുണ്ട്. ചിറ്റയം ഗോപകുമാർ അവിടെ സ്ഥലത്തുണ്ട്. ചിറ്റയം ഗോപകുമാർ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. തീർച്ചയായിട്ടും ഇവിടെ ജീവമാതാ കാരുണ്യ ഭവനിലെ ഉദയഗിരിജയുടെ മകനും ഇവിടെ തന്നെ വളർന്ന മകളെപ്പോലെ വളർത്തിയ അനാമികയുടെയും വിവാഹമാണ്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഇവിടെ എത്തിയത്. ഇന്ന് സ്ഥലത്തുണ്ടായിരുന്നു. ഇതിനു വേണ്ടി കാര്യം നേരത്തെ തന്നെ കല്യാണം എന്നോട് പറഞ്ഞിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ നേരത്തെ തന്നെ എൻ്റെയും കൂടെ സമയം നോക്കിയിട്ടാണ് ഇന്ന് ഇവർ മുഹൂർത്തം തന്നെ നിശ്ചയിച്ചത്. അതുകൊണ്ട് ഞാൻ ഇന്ന് വേറെ ഒരു പരിപാടി എടുത്തില്ല. ഇത് കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി. തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിനമാണ് ഇന്ന്. കാരണം ഉദയഗിരിജ തന്നെ ഒരു ത്യാഗത്തിൻ്റെ പ്രതീകമാണ് എന്നുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പൊതുസമൂഹത്തിന് എന്താണെങ്കിലും മനസ്സിലായി. സാറിന് മാത്രമാണ് അത് മനസ്സിലാക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഇത് മനസ്സിലായിരുന്നെങ്കിൽ പബ്ലിക്കായിട്ട് സാറിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ വഴി ഞാൻ ഈ സ്ഥാപനത്തിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുമായിരുന്നു. നിങ്ങളൊന്നും മിണ്ടുന്നില്ല.
നിങ്ങൾ തന്നെ ത്യാഗത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞ് എടുത്തു വെച്ച ഉദയഗിരിജ തന്നെ ഈ കല്യാണത്തിന് നിങ്ങളുടെ സമയം നോക്കി കല്യാണം നിശ്ചയിച്ച ഉദയഗിരിജ, ആ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ കേസ്. ഓക്കെ, അപ്പോൾ സാർ ഇതിലൊന്ന് ഇടപെടണ്ടേ? സാർ ഇതിന് മുന്നേ അവിടെ ഉള്ള പല വിഷയങ്ങളിലും ഇടപെട്ടതൊക്കെ ആയിട്ട് എനിക്കറിയാം. ഓക്കെ, സാർ ഈ ഒരു വിഷയത്തിൽ കൂടി ഇടപെടാതെ പോകരുത്. വളരെ തൻ്റെ ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം ആ 2 കുട്ടികളെയും വളർത്തി, അതുപോലെ തന്നെ സമൂഹത്തിലെ ഒരുപാട് കുട്ടികളെ ദത്തെടുത്ത് സ്വന്തം മക്കളെ പോലെ വളർത്തി വലുതാക്കി. അനാഥരായിട്ടുള്ള നിരവധി ആളുകൾ അവർക്ക് അനാഥരല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഉദയഗിരിക്ക് ആയി എന്നുള്ളതാണ് ഏറെ സന്തോഷം. ഒരുപാട് ചെറുപ്പക്കാർ സത്യം പറഞ്ഞ ഒരു മേഖലയിൽ കടന്നു വന്നല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പേര് ഈ മേഖലയിൽ കടന്നു വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഈ സ്വന്തം മക്കളെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ആ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മക്കളെ ഉപേക്ഷിക്കും, അങ്ങനെയുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ വിവാഹം കഴിച്ച കുട്ടി അനാമിക മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയാണ്. പിതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പം നല്ല കുട്ടിയാണ്, മിടുക്കിയാണ്. അതെ, നല്ല കുട്ടിയാണ്, മിടുക്കിയാണ്. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൊസൈറ്റി അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യും. ചിറ്റയം സാറ് ഫേസ്ബുക്കിലുള്ള പോസ്റ്റാണ് ഏപ്രിൽ 14 ഏഴംകുളം തേപ്പുപാറ ജീവമാത കാരുണ്യ ഭവൻ കെട്ടിട നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായുള്ള സമ്മാന കൂപ്പൻ്റെ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. ഓക്കെ, ഒരു പോസ്റ്റ് ഉണ്ട്. ഏവർക്കും സ്വാഗതം ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറഞ്ഞിട്ട് അങ്ങയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് സമ്മാന പദ്ധതി നറുക്കെടുപ്പ്. ഓക്കെ, പ്രിയ മിത്രമേ, ജീവമാതാ കാരുണ്യ ഭവൻ പുതിയതായി അന്നദാന പന്തൽ, പ്രാർത്ഥനാ ഹാൾ എന്നിവ നിർമ്മിക്കുന്നതിൻ്റെ ധനശേഖരണാർത്ഥം ഒരു സമ്മാന പദ്ധതി നടത്തിയിരുന്നു. ആയതിനാൽ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് 2025 ഏപ്രിൽ 14 വിഷുദിനം ഉച്ചയ്ക്ക് 2 മണിക്ക് ജീവമാതാ കാരുണ്യ ഭവൻ അങ്കണത്തിൽ വെച്ച് നടത്തുകയാണ്. 1ാം സ്ഥാനം ഒരു സ്കൂട്ടർ, 2ാം സ്ഥാനം ഒരു ടെലിവിഷൻ, 3ാം സ്ഥാനം ഒരു മിക്സി എന്നിവയാണ്. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ അവറുകളാണ് നറുക്കെടുപ്പ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്രസ്തുത ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം. ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ അവിടെ നടപ്പാക്കിയ സമയത്ത് അങ്ങ് തന്നെയാണ് മുൻകൈയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ജീവമാതാ കാരുണ്യ ഭവൻ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 10 വർഷത്തിലധികമായി. ആരുമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. വളരെ ത്യാഗപൂർവമായിട്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. ഉദയഗിരിജയുടെ നേതൃത്വത്തിൽ എല്ലാം തൻ്റെ മക്കളാണ് എന്ന ആ ഒരു ചിന്തയിൽ മക്കളെപ്പോലെ തന്നെ സ്നേഹിച്ച് അവരെ വളർത്തി വലുതാക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ആരോഗ്യ സംരക്ഷണം കൊടുത്ത് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനമാണ് ജീവമാതാ കാരുണ്യ ഭവൻ. ആ ജീവമാതാ കാരുണ്യ ഭവന്റെ പ്രാർത്ഥനാ മണ്ഡപവും അതിൽ അന്നദാന ഹാളും വിപുലീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. എല്ലാം നന്മയും നേരുന്നു. നന്ദി, നമസ്കാരം. ഇതിനൊക്കെ ചുറ്റിപ്പറ്റി പല കോൺട്രവേഴ്സീസും കേൾക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം പോകണ്ട. ഓക്കെ, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് കെയർ കൂടിയ ഇപ്പോൾ ഒന്നും പറയാനില്ലേ സാർ? സാറ് പറയണം. സാർ ഉത്തരം പറഞ്ഞേ പറ്റൂ. പിന്നെ വർഷയുണ്ട് മോൾ, ആ കൊച്ചിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. അതിനെപ്പറ്റി പേഴ്സണൽ എനിക്കൊന്നും അറിയത്തില്ല. 23-24 വയസ്സെങ്ങാണ്ടുള്ള കൊച്ചിന് അത് അങ്ങനെ മോശമായിട്ടുള്ള ഇതൊന്നും നമ്മൾ കേട്ടില്ല. പക്ഷെ ഈ അമ്മയും മോളും ആൾ ശരിയല്ല. ഇതിന്റെ ഇടയിൽ സുനിൽ എന്ന് പറയുന്ന ഒരാള് കൂടെ ആള് തോന്നിയോ ഇവരന്ന് അവൻ പറഞ്ഞു വർഷേ, അതായത് ഈ അമ്പിളിയുടെ മോളെ വർഷയെ സുനിലിനെ കെട്ടിച്ചു കൊടുക്കണം. ഇവരെല്ലാവരും സുനിൽ എല്ലാവരോടും പറയുന്നത് ഞാൻ അമ്പിളിയുടെ മോളെ അമ്പിളിയുടെ കൂടെ ആയിരുന്നു നടക്കുന്നത്. പിന്നെ എല്ലാ രീതിയിലും ഫിസിക്കലി മെന്റലി എല്ലാ രീതിയിലും അവര് ഒന്നായിരുന്നു. അവന് ഒരു 10-13 വയസ്സെങ്ങനെ കാണും. ഈ സുനിലിന് 34 വയസ്സ്, അതിൽ കൂടുതൽ കാണത്തില്ലായിരിക്കും. ഇപ്പം ഇവരെ ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും പോകുന്നതും എല്ലാ രീതിയിലും അവർ ഒരുമിച്ചായിരുന്നു. അന്നേരം ഈ സുനിൽ എല്ലാവരോടും പറഞ്ഞു നടക്കുമായിരുന്നു ഞാൻ ഈ വർഷം കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞു നടക്കുമായിരുന്നു. ഈ വർഷയ്ക്ക് ഇപ്പോഴത്തെ ഈ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് അല്ലാതെ അതിന് മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടന്നായിരുന്നു. ഇവരുടെ റിലേറ്റീവ് തന്നെ, ഇവരുടെ ചേച്ചിയുടെ
മോളുണ്ട്, ചേച്ചിയുടെ മോള്. അതായത് ഇതിനകത്ത് പൈ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് വേറെ ചേച്ചിയുടെ കാര്യം. മല്ലികയുടെ മോളുടെ മരുമോൻ അനിയനോട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഈ അമ്പിളിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ആ ചെറുക്കം വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവരെന്തൊക്കെയോ ആ ഈദേത്തെ പ്രശ്നങ്ങൾ കാരണം വേണ്ടാന്ന് വെച്ച് പോയാണ്. അങ്ങനെ ആ ഫസ്റ്റ് എൻഗേജ്മെന്റിന്റെ സമയത്ത് സുനിലിന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ വർഷേ സുനിലിനെ കെട്ടിച്ചു കൊടുക്കണമെന്നുണ്ട്. അമ്മളിപ്പം പറഞ്ഞു മോളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ അവിടെ തന്നെ ഒരു രമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവരെ കെട്ടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിക്ക് 18 വയസ്സുള്ളായിരുന്നു. രമ്യ എന്ന് പറയുന്ന കുട്ടിക്ക് 18 വയസ്സുള്ളായിരുന്നു. അങ്ങനെ ഈ അമ്പിളി തന്നെയാണ് കല്യാണം. പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. അങ്ങനെ ഈ പെൺകുട്ടി ആ പയ്യനും തമ്മിൽ ഒരു ലൈൻ സെറ്റാക്കി കൊടുത്തിട്ട് അവസാനം ആ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു ഇവന്റെ കൂടെ ഇറക്കി വിടുകയാണ് ചെയ്തത്. കല്യാണമൊട്ടുമല്ല, ആ കുട്ടി 18 വയസ്സ് കഴിഞ്ഞു കുട്ടിയെ വീട്ടിൽ വിട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയിരുന്നു ഈ സുനിലിന്റെ കൂടെ. കാരണം സുനിലിന്റെ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് തലയെ ഒഴിച്ചു വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് രമ്യ അതിനകത്ത് ഇരയാക്കി ചെയ്തേ. രമ്യക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു 22-23 വയസ്സെങ്ങാണ്, 22-23 വയസ്സ് കാണുമായിരിക്കും. ആ കുട്ടിക്ക് ഇപ്പൊ 2 കുട്ടികളുണ്ട്. ഈ സുനിലെന്ന് പറയുന്ന ആ വ്യക്തി ഈ കുട്ടിയെ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. സംശയം, അടി, ബഹളം, അങ്ങനെ ഭയങ്കര എല്ലാ രീതിയിലും ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തിയതാണ്. അവിടെ നിൽക്കുന്ന ഓരോ കുട്ടികൾക്കും ഈ രമ്യയോട് നിരക്കി കഴിഞ്ഞാൽ അമ്പളയെ പറ്റി പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളാണ്. അവിടെ നിന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇവരെ പറ്റി പറയാൻ 100 കാര്യങ്ങൾ.